ആദ്യഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങിയ ബി.ജെ.പി. നേതാക്കളുടെ ശരീരഭാഷയിൽ ആത്മവിശ്വാസം നഷ്ടമായി കാണാൻ സാധിക്കും. എളുപ്പത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാകുമെന്ന വിശ്വാസം കൈമുതലാക്കിയ ബി.ജെ.പി. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വല്ലാതെ പിൻവലിയുന്നുണ്ട്. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളായി വിലയിരുത്തപ്പെടുന്ന യു.പിയിലും വലിയ അട്ടിമറിയിലൂടെ നിതീഷ് കുമാറിനെ വീണ്ടും കൂടെ കൂട്ടി പ്രതിപക്ഷ ഐക്യം പൊളിച്ച ബീഹാറിലും വലിയ ജാഗ്രതയോടെയാണ് താമര പാർട്ടി മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം വലിയ അടിയൊഴുക്കുകൾ മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ക്യാമ്പ് വലിയ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നുണ്ട്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് രീതികൾ ഏകോപിപ്പിക്കുന്ന സ്വകാര്യ ഏജൻസികളും സമാനമായ മുന്നറിയിപ്പാണ് ബി.ജെ.പിക്ക് നൽകുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന നരേന്ദ്രമോദി അടിയന്തര യോഗങ്ങളാണ് പെട്ടെന്ന് തന്നെ യു.പിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ബി.ജെ.പിക്ക് 90കൾ മുതൽക്കുള്ള വലിയ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന രണ്ട് വലിയ സഖ്യകക്ഷികൾ ഇത്തവണ കൂടെയില്ല. ശിവസേനയും അകാലിദളുമാണ് ആ രണ്ട് പാർട്ടികൾ. പകരം കണ്ടെത്തിയ ഒഡീഷയിലെ ബി.ജെ.ഡിയുമായി തെറ്റിപ്പിരിഞ്ഞത് കണക്കുകൂട്ടലുകൾ ഒന്നാകെ തെറ്റിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോക്സഭയ്ക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനമായ ആന്ധ്രയിൽ ഇതുവരെ ധാരണയുണ്ടായിരുന്ന ഭരണകക്ഷി വൈഎസ്ആർ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയിൽ നിന്നും അകന്ന് പഴയ സഖ്യകക്ഷിയായ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായിട്ടാണ് ബി.ജെ.പി. കൂട്ടുണ്ടാക്കിയിട്ടുള്ളത്. 2018 NDA സഖ്യത്തിൽ നിന്നും TDP അകന്നതിന് ശേഷം കനത്ത ആരോപണങ്ങൾ ബി.ജെ.പിയും സംഘവും ചന്ദ്രബാബു നായിഡുവിനെതിരെ ഉന്നയിക്കുകയും മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിനെ സഹായിക്കുകയും ചെയ്തിരുന്നു ബി.ജെ.പി. ശക്തി ക്ഷയിച്ചു നിൽക്കുന്ന TDPയുമായി കൈകോർത്തുകൊണ്ട് വലിയ നേട്ടങ്ങൾ ആന്ധ്രയിൽ ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം വൈകാതെ 2024 ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഹരിയാനയിലും NDA സഖ്യം അട്ടിപ്പതറി നിൽക്കുകയാണ്. സഖ്യകക്ഷിയായ ജനനായക് ജനതാ പാർട്ടി NDA സഖ്യം വിട്ടതിനെ തുടർന്ന് മന്ത്രിസഭ തന്നെ രാജിവെച്ചു. മുഖ്യമന്ത്രി മനോഹർ ഖട്ടറിനെ മാറ്റി സ്വതന്ത്രരുടെ പിന്തുണ വാങ്ങിയാണ് ഇപ്പോൾ ഭരണം നിലനിർത്തിയിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ മതിപ്പേറെ കുറഞ്ഞ മുഖ്യമന്ത്രിക്ക് പകരം ചുമതലയേറ്റിരിക്കുന്ന സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനും പിന്നോക്ക വിഭാഗം നേതാവുമായ നയാബ് സിംഗ് സൈനിയിലൂടെ പ്രതിച്ഛായ നേടിയെടുക്കുവാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെങ്കിലും ജാട്ട് ബെൽറ്റിലുണ്ടായ തിരിച്ചടി അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ലെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. ബീഹാറിൽ രാംവിലാസ് പാസ്വാന്റെ അനുജനും കേന്ദ്രമന്ത്രിയുമായ പശുപതി കുമാർ പരസ് തന്റെ ചേരിയിലുള്ള LJPക്ക് സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞ് ബി.ജെ.പിയെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ജനതാദൾ യുവിനെ പിളർത്തി നിതീഷ് കുമാറിന് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം നൽകി എന്തു വില നൽകിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ബീഹാറിൽ നിർണായക വിജയം ഉണ്ടാക്കണം എന്ന നിലയിൽ തന്നെയാണ് അവരുള്ളത്. JDU RJD ഭരണകാലത്തെ ജംഗിൾ രാജ് അഥവാ കാട്ടുനീതിയുടെ കാലം എന്ന് ആക്ഷേപിച്ചിരുന്ന ബി.ജെ.പി. നിതീഷിനെ മുൻനിർത്തി വീണ്ടും രംഗത്തിറങ്ങുമ്പോൾ നിതീഷിന്റെയും ബി.ജെ.പിയുടെയും വിശ്വാസ്യതയ്ക്ക് അവിടെ വലിയ രീതിയിൽ കോട്ടം തട്ടിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഈ സാഹചര്യത്തിൽ MP-മാരുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ കുറി തിരിഞ്ഞു കൊത്തുമെന്ന വലിയ രീതിയിൽ തന്നെയുള്ള ഭയം ബി.ജെ.പിക്കുണ്ട്.